പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വലിയ വാർത്ത വരികയാണ്. പ്രേക്ഷകരിലേക്ക് ആ വലിയ വാർത്ത എത്തിക്കുകയാണ് നമ്മൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകാൻ ആ പെൺകുട്ടി ഒടുവിൽ തയ്യാറായിരിക്കുകയാണ്. നിൽക്കക്കള്ളിയില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി പരാതി കൊടുക്കാതെ ഇത്രയും കാലം ആ വേദന സഹിച്ചു. ഒടുവിൽ ആ തീരുമാനം അവൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗികാരോപണമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ്. ദുരനുഭവം നേരിട്ട യുവതി ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കി എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. സെക്രട്ടേറിയറ്റിലെത്തിയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പരാതി നൽകിയിരിക്കുന്നത്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നിയമപരമായി ഒരു പരാതിയുമില്ലല്ലോ എന്ന് പറഞ്ഞിരുന്ന ഇടത്ത് ഇപ്പോൾ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയല്ലേ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്തിയ സംഭവത്തിലാണ് യുവതി സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തി ബന്ധുക്കൾക്കൊപ്പം മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. ഏറ്റവും പ്രധാനമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് മുറുകി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ എന്തുകൊണ്ട് പരാതിയില്ല എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കുന്ന തെളിവുകളുമായാണ് യുവതിയുടെ ബന്ധുക്കൾക്കൊപ്പം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പരാതിക്കൊപ്പം തന്നെ തെളിവുകൾ കൂടി കൈമാറുന്നു എന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി ഈ പരാതി പോലീസ് മേധാവിക്ക് കൈമാറും. പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്യും. ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ ശബ്ദ സംഭാഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്.